നമസ്കാരം. വാർത്താ വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 16 ഡിസംബർ 2024. പ്രണയത്തിലും അവസാനം മരണത്തിലും ഒന്നിച്ച് നവദമ്പതികൾ. പ്രണയിച്ച് കൊതിതീരുന്നില്ല, ജീവിച്ചു മതിയായിരുന്നില്ല. മധുവിധ യാത്ര കഴിഞ്ഞു മടങ്ങവേ ദമ്പതിമാർക്ക് വിവാഹത്തിൻ്റെ 16-ാം നാളിൽ കാർ അപകടത്തിൽ ദാരുണാന്ത്യം. അവരുടെ അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു. നവദമ്പതിമാരായ പ്രമാടം മല്ലശ്ശേരി വട്ടക്കുളത്തി പുത്തേത്തുണ്ടിയിൽ വീട്ടിൽ നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യ അനു ബിജു, നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിൻ്റെ അച്ഛൻ മല്ലശ്ശേരി തെങ്ങുംകാവ് പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ് എന്നിവരാണ് ഞായറാഴ്ച പുലർച്ചെ കാർ അപകടത്തിൽ മരിച്ചത്. മധുവിധുവിനായി മലേഷ്യയിലേക്ക് പോയ നിഖിലിനെയും അനുവിനെയും തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുമ്പോഴാണ് അപകടം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, രാത്രിയാത്രാ നിരോധനം 15-ാം വർഷത്തിലേക്ക്. വയനാട് വഴി മൈസൂരുവിലേക്കും ബാംഗ്ലൂരുവിലേക്കും പോകുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന ബന്ദിപ്പൂർ രാത്രിയാത്ര വിലക്കുമായി ബന്ധപ്പെട്ട കേസ് ഈ വർഷവും തീർപ്പാവില്ല. 2010 മുതൽ 14 കൊല്ലത്തിനിടെ 46 തവണ സുപ്രീം കോടതി പരിഗണിച്ച കേസ് 15-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒക്ടോബറിൽ കേസ് പരിഗണിച്ചപ്പോൾ ഡിസംബർ 16-ന് ആരംഭിക്കുന്ന ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അതും ഉണ്ടാവില്ല. സിവിൽ കേസിലെ അപ്പീലുകൾ ജനുവരി 2-ാം വാരത്തിന് ശേഷമേ ഇനി പരിഗണിക്കൂവെന്നാണ് അറിയുന്നത്. ബാംഗ്ലൂരിലും മറ്റും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ളത്. എത്ര കാലം ഇനിയും എടുക്കും എന്നൊരു തീർപ്പുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വിദ്വേഷ പ്രസംഗത്തിൽ ജസ്റ്റിസ് ശേഖർ യാദവ് സുപ്രീം കോടതി കൊളീജിയത്തിന് മുൻപാകെ വിശദീകരണം നൽകണം. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് വിവാദ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോട് നേരിട്ട് ഹാജരാവാൻ സുപ്രീം കോടതി കൊളീജിയത്തിന് മുൻപാകെ വിശദീകരണം നൽകണം. പ്രസംഗത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയതിനു പിന്നാലെയാണ് പുതിയ നീക്കം. 17-ന് ഹാജരായേക്കും. ജസ്റ്റിസ് യാദവിനെ ഇംപീച്ച് ചെയ്യാൻ ഇന്ത്യ സഖ്യം പാർലമെൻറ്റിൽ നടപടി ആരംഭിച്ചിരുന്നു. വിവാദ വിഷയങ്ങളുണ്ടായാൽ കൊളീജിയം റിപ്പോർട്ട് തേടാറുണ്ട്. വിവാദത്തിനിടയായ നടപടികൾ ജഡ്ജിക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കൊളീജിയത്തിന് മുൻപാകെ വിശദീകരിക്കാൻ അവസരം നൽകും. ഇത് ഹിന്ദുസ്ഥാനാണെന്നും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇന്ത്യ പ്രവർത്തിക്കുകയെന്നുമാണ് ജസ്റ്റിസ് യാദവ് പ്രസംഗിച്ചത്. മുസ്ലിങ്ങൾക്കെതിരെ ചില മോശം പദപ്രയോഗവും നടത്തിയിരുന്നു. ജഡ്ജിയെ പുറത്താക്കാനാകുമോ എന്ന് സംബന്ധിച്ച വിഷയത്തിൽ ജഡ്ജിയോട് വിശദീകരണം തേടാനും തൃപ്തികരമല്ലെങ്കിൽ താക്കീത് നൽകുകയോ സ്ഥലം മാറ്റം പോലുള്ള നടപടികൾക്കോ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാനോ സുപ്രീം കോടതി കൊളീജിയത്തിന് കഴിയും. ജഡ്ജിയെ പുറത്താക്കാൻ രാഷ്ട്രപതിക്ക് മാത്രമേ കഴിയൂ. അതിന് പാർലമെൻറ്റിൻ്റെ ഇരുസഭയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസാക്കണം. ഇന്നുവരെ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജിയെ ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാനായിട്ടില്ല. ക്ലീൻ ചിറ്റ് ലഭിച്ചവരും രാജിവെച്ചവരുമുണ്ട്. പുറത്താക്കണമെന്ന പ്രമേയം ഇരുസഭകളിലും പാസ്സായിട്ടുമില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു വാർത്ത. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന 817.80 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകുമ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 2034 മുതൽ വരുമാന വിഹിതത്തിൻ്റെ 20% പങ്കുവെക്കണമെന്നും മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കി. അമേരിക്കയിലെ ആകാശപ്പേടി. ദിവസങ്ങളായി ആകാശത്ത് തുടരുന്ന അജ്ഞാത ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് യുഎസിലെ ന്യൂജേഴ്സി, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, മേരിലാൻഡ് സംസ്ഥാനങ്ങളെ ആശങ്കയിലാഴ്ത്തി. സംഭവം ഗൗരവമായെടുക്കണമെന്ന് ബൈഡൻ ഭരണകൂടത്തോട് ന്യൂയോർക്ക് ഗവർണർ കാതി ഹോചുൾ ആവശ്യപ്പെട്ടു. വ്യോമപാതയിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നതിനെ തുടർന്ന് സ്റ്റുവാർട്ട് ആഭ്യന്തര വിമാനത്താവളത്തിലെ റൺവേകൾ വെള്ളിയാഴ്ച രാത്രി 1 മണിക്കൂർ അടച്ചിരുന്നു. ആശങ്കപ്പെടാനില്ലെന്നും നിയമാനുസൃതമായി ആളുകൾ പറത്തുന്ന കുഞ്ഞൻ വിമാനങ്ങളോ ഡ്രോണുകളോ ആകാമെന്നു തന്നെയാണ് വൈറ്റ് ഹൗസ് സുരക്ഷാ സമിതി വക്താവ് ജോൺ കിർബി പറഞ്ഞത്.
ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്ത. ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ഉന്നതതല യോഗം തിങ്കളാഴ്ച നടക്കും. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനും ചർച്ചയാകും. ചോദ്യപേപ്പറുകൾ യൂട്യൂബ് ചാനലിലൂടെ ചോർന്നത് വൻ വിവാദമായിരുന്നു. സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത പറയാനുള്ളത്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. തളങ്ങും വിളങ്ങും വീശുന്ന പൊടിക്കാറ്റിലേക്ക് ഗോൾ മഴ പെയ്യിച്ച് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് വിജയത്തുടക്കം. മനോഹരമായ ആക്രമണ ഫുട്ബോൾ പുറത്തെടുത്ത കേരളം ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ ഗോവയെ കീഴടക്കി. 4-3 കേരളം ഗോവയെ കീഴടക്കിയത്. കേരളത്തിനായി PT മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അജ്മൽ, നസീബ് റഹ്മാൻ, ക്രിസ്റ്റി ഡേവിസ് എന്നിവർ സ്കോർ ചെയ്തു. ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി മത്സരത്തിൽ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. ഓസ്ട്രേലിയ 7-405 എന്ന റൺസിലാണുള്ളത്. ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്ത. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ മേൽ നടപ്പാത വരുന്നു. നിലവിൽ ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്ന നടപ്പാതയുടെ അരികെയായിട്ടാണ് പുതിയതിൻ്റെ സ്ഥാനം. 1, 2, 3 പ്ലാറ്റ്ഫോമുകളിലേക്കും കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും നടപ്പാത ഉപയോഗിക്കാം. പ്രവൃത്തി ടെൻഡർ ചെയ്തതായി പാലക്കാട് അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ S. ജയകൃഷ്ണൻ അറിയിച്ചു. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ഇതിലേക്ക് തുറക്കും. അമൃത് ഭാരത് പദ്ധതിയിൽ വരുന്ന നിർദ്ദേശം കൂടിയാണിത്. കണ്ണൂരിൽ നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത. ബസ്സിൽ കത്തിക്കുത്ത്, 2 പേർക്ക് പരിക്ക്. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ 2 യുവാക്കൾ തമ്മിൽ വാക്കേറ്റവും കത്തിക്കുത്തും. ഇരുവർക്കും പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 9-ന് ബസ് ചെങ്ങളായിൽ നിന്ന് എത്തുമ്പോഴായിരുന്നു സംഭവം. വാക്കേറ്റത്തിനൊടുവിൽ പൈസക്കരി സ്വദേശി അഭിലാഷിനെ വളക്കയിലെ ചെറിയിൽ വീട്ടിൽ ബിബിൻ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. അഭിലാഷിൻ്റെ കഴുത്തിലാണ് പരിക്കേറ്റത്. ബസ്സിലുണ്ടായിരുന്നവർ കത്തി പിടിച്ചു വാങ്ങുന്നതിനിടെ ബിബിൻ്റെ കൈക്കും പരിക്കേറ്റു. പരിക്കേറ്റ അഭിലാഷിനെ ആദ്യം ശ്രീകണ്ഠാപുരത്തേക്കും പിന്നീട് പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിച്ചു. ബിബിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇരുവരും സുഹൃത്തുക്കളാണെന്നും മദ്യലഹരിയിലായിരുന്നെന്നും ബസ്സിലുണ്ടായിരുന്നവർ പറഞ്ഞു. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കുത്തിന് കാരണമെന്നും പറയുന്നു. ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിർമ്മാണ രംഗത്ത് സർക്കാർ പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നു എന്ന് PA മുഹമ്മദ് റിയാസ്. സർക്കാർ നിർമ്മാണ രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് നടപ്പാക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മാതമംഗലം കുഞ്ഞിത്തോട് പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലങ്ങൾ കൂടുതൽ കാലം ഈടുനിൽക്കുന്ന പുതിയ നിർമ്മാണ രീതികൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അതിന് നൂതന സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുകയാണ്. പാലം നിർമ്മാണത്തിലും ഇത്തരം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കൂടുതൽ കാലം ഈടുനിൽക്കുന്ന, ചെലവ് ചുരുക്കാൻ കഴിയുന്ന അസംസ്കൃത വസ്തുക്കൾ കുറച്ചുമാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് സംസ്ഥാനത്ത് സർക്കാർ പിന്തുടരുന്നത്. അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന പുതിയ മാതൃക സംസ്ഥാനത്ത് കൊണ്ടുവന്നു. പാറയും മണലും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്ന നിർമ്മാണ രീതിയാണിത്. കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയ മാടായി കോളേജ് വിവാദം കെട്ടടങ്ങുന്നില്ല. വിലക്കിനിടെ MK രാഘവന് പിന്തുണയുമായി ബാനർ. മാടായി കോളേജ് നിയമന വിവാദത്തിൽ KPCC നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിച്ച ശേഷം കോളേജ് ചെയർമാൻ MK രാഘവൻ MP പിന്തുണ പ്രഖ്യാപിച്ച് ഉയർന്ന ബാനറുകൾ വീണ്ടും തർക്കത്തിനിടയാക്കുന്നു. പയ്യന്നൂർ, പിലാത്തറ, ചെറുതാഴം ഭാഗങ്ങളിലാണ് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത്. MK രാഘവൻ MPയുടെ ചിത്രമുള്ള ബാനറിൽ പയ്യന്നൂരിൻ്റെ പ്രിയപുത്രൻ, കോഴിക്കോടിൻ്റെ ജനകീയ MP, അഭിവാദ്യങ്ങളുടെ സുഹൃത്തുക്കൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊരു രസകരമായ മോഷണ വാർത്തയാണ്. മാഹി ബൈപ്പാസിൽ സിഗ്നൽ ലൈറ്റിൻ്റെ ബാറ്ററി മോഷ്ടിച്ചു. സർവീസ് റോഡുകൾ അടച്ചു. മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് വള്ളൂരിലെ ട്രാഫിക് സിഗ്നൽ ബാറ്ററികൾ മോഷണം പോയതിനാൽ ഇരുവശത്തേക്കുമുള്ള സർവീസ് റോഡുകളും സ്പിന്നിംഗ് മിൽ മാഹി റോഡും അടച്ചു. അപകടങ്ങൾ ഒഴിവാക്കാനായാണ് റോഡുകൾ അടച്ചത്. ശനിയാഴ്ച രാത്രിയാണ് സിഗ്നൽ പ്രവർത്തിപ്പിക്കേണ്ട 8 ബാറ്ററികൾ മോഷണം പോയതെന്ന് സിഗ്നലിൻ്റെ ചുമതലയുള്ള കെൽട്രോൺ അധികൃതർ പറഞ്ഞു. സിഗ്നൽ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ചൊക്ലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. മാഹി CI R. ഷൺമുഖം, പള്ളൂർ SI CV റിനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലം പരിശോധിച്ചു. സംഭവസ്ഥലം രമേശ് പറമ്പത്ത് MLAയും സ്ഥലത്തെത്തി.
ബാറ്ററികൾ കവർന്നവരെ കണ്ടെത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ കേരളത്തിലെ MPമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രശംസ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം കാണിക്കുന്ന നീതി നിഷേധത്തെക്കുറിച്ച് പറയുമ്പോഴാണ് MPമാർ ഇക്കാര്യത്തിൽ കേരളം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നിച്ചു നിന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കാഞ്ഞങ്ങാട് കാറ്റാടിയിൽ AKG മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് DYSPക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും കത്തയച്ച് DYFI. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്തിനെതിരെ രൂക്ഷമായ പരാമർശം ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്കും DGPക്കും DYFIയുടെ കത്ത്. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി V. ഗിനീഷാണ് കത്തയച്ചത്. അതിനിടെ DYSPയെ മാറ്റണമെന്ന ആവശ്യം CPM ജില്ലാ നേതൃത്വത്തിന് മുൻപാകെ DYFI ഉന്നയിച്ചിട്ടുണ്ട്. മൻസൂർ നഴ്സിംഗ് സ്കൂൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ DYFIയും DYSPയും തമ്മിലുണ്ടായ പോര് ഇതോടെ കൂടുതൽ രൂക്ഷമായി. ഇതോടെ ഇന്നത്തെ വാർത്താ വായന അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ, നമസ്കാരം.